ഭാഗത്ത് ഭയങ്കര രസം. ഇതെന്താ കൈ സൂമാന്നുണ്ടല്ലേ? ഇത് ക്യാമറ ഉള്ളാലോ 16. നെക്സ്റ്റ് വരുന്നുണ്ട്. മുന്നു വരുന്നുണ്ട്. നിൽക്ക് എല്ലാവരും സീരിയസ് ആയിരിക്കാം. സീരിയസ് മൈൻഡ് ആക്കണം. ഓനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും നമ്മൾ വിട്ടു. മേഘല്ല, സൂര്യൻ വിളിച്ചാ പുതിയ മലകളുടെ ഇടയിലാണ് സൂര്യൻ. 3 സൈല കമ്പനിയായിട്ട് നമ്മളോട് പറഞ്ഞില്ലല്ലോ. അല്ല നീ നമ്മളങ്ങനെ നിന്റെ പ്രൈവസിയിലൊന്നും കൈയിടുന്നില്ല. അല്ല അതിനെ കുറിച്ച് സംസാരിക്കണ്ടല്ലോ. അത് വിട്ട സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കിക്കറാകുമ്പോ ചാറ്റ് മൊത്തം കിക്കറാകുമ്പോ പാവടാ എടുത്ത് ചാടാൻ പോകുന്ന. നിങ്ങൾ എന്തിനാണ് ഇവനങ്ങനെ പറയുന്നത്? പാവം ബ്രോ കാറ് കാണിക്ക്. വണ്ടി ഓടാ ഫോണ് കമന്റ് വെക്കാൻ പോണ്. നമ്മള് ടീഷർട്ട് കാണിച്ചു കൊടുത്തു. മഴയില്ല. ആ ടീഷർട്ട് എങ്ങനെയുണ്ട്? പുതിയ ഗ്യാങ് ടീഷർട്ട് എങ്ങനെയുണ്ട്? ഗ്യാങ് ടീഷർട്ട് എങ്ങനെയുണ്ട്? ചാറ്റ് പറ. മോനോ ഇതൊന്ന് പിടിച്ചേ. കമന്റ് വെക്കാൻ ഫോണ് വരുന്നില്ലേ? അല്ലെങ്കിൽ നീ അവിടെ വെക്കേണ്ടി വരും. നിന്നും കൂടി കിട്ടണമെങ്കിൽ സൗണ്ട് കിട്ടൂല. ലോങ് ആകുമ്പോ എങ്ങനെയുണ്ട്? WRL ടീഷർട്ട് എങ്ങനെയുണ്ട്? WRL എടാ ബാക്കില് സംഭവം സാധനം കോളനി ആയി. കാര്യം പറയല്ല. ബാക്ക് കണ്ടേ ചാറ്റ്? ബാക്ക് കണ്ടേ? എടാ നീ എന്താടാ ഫോണ് ഇവിടെ? ഞാൻ ക്യാമറ പിടിക്കാൻ പറ്റുമോ? ഓളോട് ചാറ്റ് ചെയ്യാന്ന്. ഇവരെന്തൊരു അല്ല മുന് ഫുള്ള് മാറിപ്പോയടാ. കാര്യം പറയല്ല. മുന് ഫുള്ള് മാറിപ്പോയി. എടാ ടീഷർട്ടിന്റെ ബാക്ക് ഞാൻ കാണിച്ചതാ. ടീഷർട്ടിന്റെ ബാക്ക് ടീഷർട്ടിന്റെ ബാക്ക് കാര്യം പറഞ്ഞ കുറച്ച് കോളനി ആയിപ്പോയി അല്ല. കാരണം ഇത് നോക്കിയാ റാംബോന്റെ ഫോട്ടോ നോക്കി. ഇതെന്താ പാസ്പോർട്ട് സൈസ്? എന്താ പത്രത്തിൽ? അല്ല പത്രത്തില് പ്രതിന്റെ ഫോട്ടോ. ആരാ പറയുന്നത് പ്രതിന്ന്? നിന്റെ ഫോട്ടോ ഇതാണ് കറക്റ്റ്. സെമീർ വാസൈന ഇതാരാണ്? സ്കൂളിലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ. സ്കൂളിലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ. മമ്മു സെറ്റാവും. അപ്പൊ നീ എങ്ങനെ വന്ന് നിക്കുന്ന നോക്കിയത്? ഇവനെ നല്ല ശീലാന്നടാ. മനസ്സിലാ? ഇവനെ ശീല. റാംബോ ഡീനിഗഫൈഡ് എന്ന് പറയുന്ന എടാ മൈലം. എടാ ഓനക്ക് അതിന്റെ അർത്ഥം അറിയാത്തത് നിന്റെ ഭാഗ്യം. അത് ആരാ ഇട്ടത്? ഫാൻ 17. അവന് പേരുമില്ല. ഒന്നുമില്ല ഇവിടെ. അല്ല ഓക്കെ ചാറ്റ്. എടാ വണ്ടിന്റെ താക്കോൽ എടുത്തിനാ? നമ്മള് കാര്യബോധമുള്ള ആൾക്കാരാ. താരാ ഈ റോഡില് വണ്ടിയിലും വരുവോ? കാട്ടിലേക്കുള്ള റോഡല്ലേ? ഹായ് ഇതല്ല സുഖല്ല? ഇതെന്താ ഇതുവഴി പോയ അവിടെ എത്താ? ഇത് കാടല്ലേ? പിന്നെ ബ്രോ എവിടെ പോന്ന? ബ്രോന്റെ റൂം എവിടെയാ? ഓ ഇവിടെ വർക്ക് ചെയ്യുന്നയാ? വർക്ക് ചെയ്യുന്ന. സോറി. ഞാനും വിചാരിച്ചു വീട്ടിലേക്ക് വണ്ടി എടുത്ത് പോകുന്നത്. ഈ കാട്ടിലെ റോഡിലേക്ക് അങ്ങനെ വീടുകളാണ് ആലോചിക്കുന്നത്. ഓക്കെ വണ്ടി പുറത്തേക്ക് എടുക്കും. വെളിച്ചത്തേക്ക് എടുക്കും. ഇപ്പൊ ലൈറ്റ് പോകും. പെട്ടെന്ന് വെളിച്ചത്തേക്ക് എടുക്കും. നീ എന്താക്കുന്നത്? എന്തിന് ഗ്യാങ് വണ്ടി എന്ന് പറഞ്ഞാൽ ഓടിക്കാൻ അറിയുന്നവർക്ക് മാത്രം. തമാശ കളിക്കല്ല. മമ്മു തമാശ കളിക്കല്ല. ഇറങ്ങിയ എന്ത് നേരെ കൊണ്ടുപോയിട്ട് പഠിക്കൂ. പിടിച്ചിറക്കിയ
നിന്റെ എടാ വെളിച്ചത്ത് ഇറക്കടാ, അത് വണ്ടി കാണട്ടെടാ. മൊത്തം കച്ചറയാട്ടെ, ഇത് കഴുകിയില്ല. ഇത് തുടച്ചേ. എടാ ഇറക്കേ, വെറുതെ കോമാളിത്തരം കാണിക്കല്ല. റാംബോനെ പിടിച്ച് ഇറക്കിയ, പിടിച്ചിറക്കേ. ഗിയറൊന്നും തൊടല്ലേ, വെറുതെ ഓവറാക്കാൻ പറ്റും. എടാ വെളിച്ചത്ത് ഇറക്കട്ടെ, വണ്ടി വെളിച്ചത്ത് ഇറക്കട്ടെ. ഒരു മിനിറ്റ് ചേട്ടാ, ഒരു സെക്കൻഡ്. ഇത് ഇരുട്ടാണ്, ഇവിടെ ഇരുട്ടാ. ഇറക്ക്. എനിക്ക് സൈക്കിള് പോലും ഓടിക്കാൻ അറിയില്ല, ഫസ്റ്റത്തെ കാര്യം. Chat. This is our Neo MRC gang വണ്ടി. എടാ മൊത്തം കച്ചറ. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മള് കോയമ്പത്തൂരിൽ നിന്നാണ് വണ്ടി ഇതാക്കിയത്. എന്നിട്ട് ഇവിടെ നമ്മള് പാലക്കാട് അട്ടപ്പാടി വരെ ഓടി. ഇവിടെ ചളിയിൽ ഓഫ് റോഡിലെല്ലാം കയറ്റി ഓടി. അതും ഫുള്ള് ചളിയിൽ ഇതെല്ലാം പിടിച്ച് കച്ചറായി കുറെ. ഇന്നലെ ഇങ്ങനെ അല്ല ഉണ്ടായത്, ഇന്നലെ നല്ല തിളങ്ങുന്നുണ്ടായിരുന്നു വണ്ടി. എന്താ നിങ്ങള് എടേ എടുത്ത് മാറ്ററാ. അതാരാ ജാസി എന്താ ഓടി വരുന്നത്? നീ എവിടെ പോയതാ? ആ എടുത്താ? ഇല്ല, ആരും എടുത്തില്ല. എടാ ബാക്കി ഇരിക്കടാ. മമ്മോ ഇറങ്ങ്, ബാക്കി ഇരിക്ക. റാംബോ പ്ലീസ് വേറെ ബ്രാന്ന് പറയുന്ന കാര്യൂടെ കാണുന്ന ഇപ്പോഴാണ്. എടാ ഇതെന്തിനാ വണ്ടി എടുക്കണ്ട, നടക്കാം. എടാ ഇതിന്റെ ഉള്ളിൽ കൂടെ വണ്ടി എന്തിനാ എടുക്കുന്നേ? ഈ കാട്ട് ഇതെന്താണ് എന്റെ വണ്ടി ആക്കി വെച്ചത്? എന്ത് ഇങ്ങനെയാ ഡെക്കറേറ്റ് ചെയ്ത്? എന്താ നീ കാണിക്കുന്നത്? എടുത്ത് മാറ്റണം അങ്ങോട്ട്. തമാശ കളിക്കല്ലേ റാംബോ, എടുത്ത് മാറ്റ്, വൃത്തിയാക്ക്. MVD coming to destroy. മോനെ എടാ അതിന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് എത്ര പെർസെന്റേജാ? നമുക്ക് 40% നമുക്ക് ചെയ്യാം, മനസ്സിലാ? ഞാൻ ഫുള്ള് വണ്ടി ചെയ്തില്ല. വണ്ടിന്റെ കളർ വൈറ്റ് ആയിട്ട് തന്നെയാണ് ഇതിൽ RC-യിൽ ഉണ്ടാവുക, മനസ്സിലാ? പക്ഷെ നമുക്ക് 40% ഇത് സ്റ്റിക്കർ ചെയ്യാം. 40%-ലുള്ളൂ. ഓ ഗൈസ് അലോയ് W ആണെന്നല്ലാന്നോ ചേട്ട പറ? അലോയ് WRL. ഇത് നിനക്ക് എന്നാ തിരക്കുണ്ടാ പോയിട്ട്? എവിടെ പോകുന്നത്? ഈടുന്ന താഴെയാണ് ഇത് സ്വിമ്മിംഗ് പൂൾ. ഇതല്ലോ ഈടുന്ന് തൊട്ടപ്പുറത്തേക്കാ. നീ എന്തിനാ വണ്ടി എടുത്തിട്ട് പോകുന്നത്? വണ്ടി വേണ്ട, വണ്ടി ഇവിടെ മാറ്റി. എന്നാ വണ്ടി ഇതാക്കണ, വണ്ടി താഴെ എടുക്കണ. അവിടെ വണ്ടി വേണ്ട, നടക്കാം. അതാ നല്ലത്. ഇവിടെ തൊട്ടപ്പുറത്തേക്കാ. ഈടുന്ന് ഈ വളവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ എത്തി. വാ എല്ലോയ്ക്ക് എന്താ പ്രശ്നം? എന്താ എല്ലാം കാരണം എന്താ? റാംബോനെ അടിക്കാൻ പറ്റിയ സൈലൻസർ ഉണ്ടല്ലോ. എടാ ഇത് വൈഡാക്കാൻ പറ്റുമോ? ഇത് കുറച്ച് ഭയങ്കര സൂംഡ് അല്ലേ? ഒരു മിനിറ്റ് ഒന്ന് പിടിച്ചേ. ഇത് വൈഡാക്കാൻ പറ്റുമോ നോക്കട്ടെ? ക്യാമറ ബാക്ക് ആ വൈഡായില്ലേ? യോ ഗൈസ് വൈഡായില്ലേ ചാറ്റ്? വൈഡായില്ലേ? ഫുൾ ആയിട്ട് കാണുന്നില്ല എന്നാ? ചാറ്റ് പറ. വണ്ടി എടുത്താൽ മതിയായിരുന്നല്ലേ? ഞാൻ മറന്നു. 2 വളവുണ്ടല്ലേ? കൊറേന്ന് പറഞ്ഞാൽ ഒരു 10-500 മീറ്റർ നടക്കാറുണ്ട്. വണ്ടി എടുക്കണോ?
അപ്പൊ മുന്നേ ഒരു കാര്യം ചെയ്യും, പോയി വണ്ടി എടുത്തിട്ടോ. ഇല്ലല്ലേ നമ്മള് കേറി വരുമ്പോ വണ്ടി ആകെ ഒരു മിനിറ്റല്ലേ ഓടിച്ചിട്ടുള്ളൂ. കിടന്നാ നമുക്ക് അങ്ങ് ഉരുണ്ടിറങ്ങാം. നമുക്കിങ്ങനെ പച്ചപ്പ് ആസ്വദിച്ചു. എടാ നീ വീണ് കഴിഞ്ഞാൽ ഉരുണ്ട് പോകൂലേ? ദിവന്മാരത് കാണിക്കുന്നത്. രണ്ട് കോമാളികള്. അല്ലടാ പാർട്ടി നട്ട് എന്താ സെറ്റാക്കി ഉരുണ്ട് പോ മമ്മ ഉരുളും ഈ ബോണ്ട പോലത്തെ ഇവൻ എന്താ ആര് ഈ അവലോസം ഉണ്ടാ പോവും. നീ അങ്ങനെ ഉള്ളതിന്റെ ഷേപ്പ്. റിസോർട്ടിന് ഓണർ ഡീസന്റ് അതാ ചാറ്റിനോട് ഡീസന്റ് ആവാൻ പറയുന്നത്. മമ്മു ഡീസന്റ് തമാശ കളിക്കല്ലേ? കണ്ണാടി കൊടുന്നോ? കണ്ണാടി ഒന്നും വരണ്ടോ? മാസം ഇട്ടിട്ട് പരിപാടി ഇല്ല. എന്തൊരു തീറ്റ പണ്ടാരാണ് ഇവ. കൂടുതലും എല്ലാം പറയണെങ്കിൽ കൊടുക്കണമെന്ന് വരിക റിസോർട്ട്. നമുക്ക് വാങ്ങിക്കാം. ഗ്യാങ്ങിന്റെ പേര് അങ്ങനെയൊക്കെ ഉണ്ടോ? ചേട്ടന്റെ പേര് മറന്നു, പേര് പറഞ്ഞു. ഷാഫിക്ക. ഇതാണ് ഷാഫിക്ക. എന്തല്ല അസുഖല്ല, എന്തല്ല പരിപാടികൾ എന്തല്ലോ ഇടാം? എങ്ങനെ ആൾക്കാരുണ്ടോ, കസ്റ്റമേഴ്സ് ഉണ്ടോ? ഷാഫിക്ക വണ്ടിക്ക് എങ്ങനെ പൂളിലെല്ലാം ഇറങ്ങാൻ പറ്റോ? ആളുണ്ടോ? അല്ല ഇപ്പൊ പോട്ടെ. എന്താ ആക്ടിവിറ്റീസ് എന്താ? എങ്ങോട്ടേക്ക് ഇപ്പൊ പോകണ്ട? റൈറ്റ് വേണോ ലെഫ്റ്റ് വേണോ? ലൈവ് എങ്ങോട്ട്? നമ്മളിപ്പോ മോളിന്നാ വരുന്നേ. അതിന്റെ മുകളിൽ എങ്ങനെ ആടെ റേഞ്ച് കിട്ടോ? നമ്മൾ ലൈവാ. ട്രക്കിംഗ് ഉണ്ടല്ലേ? ട്രക്കിംഗ് ഉണ്ട്. എടാ ഞാൻ റേഞ്ച് ലാസ്റ്റ് പോവാ. റേഞ്ച് കട്ടായ കട്ടാവട്ടോ. നമുക്ക് ലാസ്റ്റ് പോവാ. ട്രക്കിംഗ് ലാസ്റ്റ് പോവാ. ജിയോ മേലെ കിട്ടോ? എന്നാ വാ ലാസ്റ്റ് പോവാ. കുറച്ചതിന് പോകാൻ പറ്റോ? എത്ര മണിവരുണ്ട് ലാസ്റ്റ്? എത്ര മണിവരുണ്ട് ട്രക്കിങ്? എന്നാ പിന്നെ കുറച്ചു പോവാ. ഇവിടുത്തെ ആക്ടിവിറ്റീസ് ഒന്ന് പറഞ്ഞോ. ആദ്യം അങ്ങോട്ട് പോണം. റെസ്റ്റോറന്റോ? റെസ്റ്റോറന്റ് വേണ്ട. ഇങ്ങോട്ടെന്താ? അങ്ങോട്ടോ റെസ്റ്റോറന്റ് പോയിട്ട് ഇവനെല്ലാണെങ്കിൽ റെസ്റ്റോറന്റിലേക്ക് അയാളൊരു പാവം മനസ്സിലാ. തിന്നിട്ട് പോയാ പോരെ? ഉള്ളിവട ഉണ്ടെന്ന് പറയണേ. ഇതെന്താ ഇപ്പുറത്തെന്താ? ഇതൊന്നും ചെല്ലറിയാവുന്നു. ഇതെന്താ ഇതിനുള്ളെന്താ? ഇങ്ങോട്ടോ? അങ്ങോട്ടെന്താ? അങ്ങോട്ടെന്താ? സ്പാ ഉണ്ടോ? മസാജ് ഇല്ല. നാളെ ഉണ്ടോ? എത്ര ദിവസം എടുക്കും? നമ്മൾ അത്രയും ദിവസം നിക്കാം. എന്തായാലും വന്നതല്ലേ. ജിമ്മുണ്ടടാ എവിടെ? അങ്ങോട്ടോ? ഗൈസ് വേറൊരു കാര്യമുണ്ട്. തമിഴ്നാട് ബോർഡർ ആയിക്കൊണ്ട് ഇവിടെ മലയാളീസ് കുറവാ. ഇവിടെയുള്ള ഗസ്റ്റ് എല്ലാം അധികം ഹിന്ദിക്കാരും തമിഴ് ആൾക്കാരോ അല്ലേ കൂടുതലും. അപ്പൊ ഡീസെന്റ് ആയിട്ട് നിൽക്കണം. നിന്നോട് ഞാൻ പറയുന്നത് ഡീസെന്റ് ആയിട്ട് നിൽക്കണം. മനസ്സിലാവും? മലയാളികളെ പറയിപ്പിക്കരുത്. പുലി വരില്ലല്ലോ ഇടാ. മുകളില് പുലിന്റെ കാൽപ്പാടം കണ്ടല്ലോ. ഇവിടെ ഞങ്ങളുടെ വേറെ പുലി വരില്ല. ഓ ചങ്ങായി കൊള്ളാല. നിങ്ങളെ
വീഡിയോ കാണലുണ്ടാ ശരിക്കോ? ഓ എങ്ങനെ പൊളിയല്ലേ? ഓ ഇതെന്താ ഇവിടുന്ന് വ്യൂ ഉണ്ടല്ലോ. കാണാൻ പറ്റുമോ? എടാ നമ്മള് ട്രിപ്പിന് ഇറങ്ങിയിട്ട് 2 ദിവസത്തെ ജിമ്മ മുടങ്ങിയത്. ഇന്ന് ജിമ്മ് കയറിയാലോ? വേണ്ട ആണെന്ന് വ്യൂ ഉണ്ടോ? എന്ത് വ്യൂ? ഇന്ന് ടൈറ്റാനിക്കാ? ഇല്ലടാ വലിയ വ്യൂ ഇല്ല. ഇതെന്താ തെങ്ങ? മാറിയാ പോവാ. ജിമ്മ് ചെയ്യുന്ന ജിമ്മ് കളിക്കുന്ന പറ റാമ്പോ പറ. എന്തിനാണ് ഇന്ന് അടിച്ചു പൊളിക്കാൻ മഞ്ഞല്ലേ? ജിമ്മലെ സ്കിപ്പ് ചെയ്യാ. തിന്നാൻ മന്തിയാ അതിന്റെ അടുക്ക് ജിമ്മ്. എടീ മടിയന്മാരുള്ളിടത്തോളം കാലം മോനെ ആസ്വദിക്കണ്ടേ നമുക്ക്? എന്നും ജിമ്മിലാ പോണം. അതന്നെ. ജിമ്മിതാ കഴിഞ്ഞ 1 മാസം ജിമ്മ് സ്കിപ്പ് ചെയ്യാണ്ട്, 1 മാസം 1.5 മാസമായിരുന്നു അല്ലേ ജിമ്മ് സ്കിപ്പ് ചെയ്യാണ്ട്, ഒറ്റ ദിവസം ലീവ് എടുക്കാണ്ട് ജിമ്മിൽ പോയതാ. ജിമ്മിൽ കയറിയ ഇവൻ കളിക്കും. ജിമ്മിൽ പോണ്ട. ഷാഫിക്ക തുറക്കണ്ട. കയറിയ ഇവൻ കളിക്കും. വേണ്ട. ഒന്ന് കാണാൻ മതി. നമുക്ക് നോക്കാലോ. ഓ കിടിലൻ മെഷീൻസ് ഉണ്ടല്ലോ. കുളിക്കാൻ പറ്റോ? വെറുതെ കൈ വേണം എടുക്കുക. അതിന് ഇത്രയും വെയിറ്റ് എടുക്കരുത്. നമുക്ക് നാളെ കാണാം. ബാക്കി നമുക്ക് നാളെ കാണാം. ശേഷം ഫ്യൂ ഡേയ്സ് ലേറ്റർ അല്ല, അത് ഫ്യൂ അവേഴ്സ് ലേറ്റർ. റാംബോ റാംബോ ഇവിടുന്ന് ഓടുന്ന മമ്മു എന്ത് നിർത്തിക്കൊടുക്ക. തൂങ്ങിപ്പിടി 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 തൂങ്ങിപ്പിടി. ആ അപ്പുറത്ത് ചവിട്ട്. ഓ ചാപിക പണി കൊടുത്തതാടാ. പണി കൊടുത്തതാ. പണി കൊടുത്ത് എടേ കാള് കാണുന്ന പോലെ അല്ലട്ടാ. പാവം ചക്കര അതിന്റെ മുകളിൽ കയറിട്ട് 18 കിലോമീറ്റർ സ്പീഡ് ഇട്ട് കൊടുത്ത്. പാവം ആ ചായ വെച്ചതിന് ഇങ്ങനെ ചെയ്യണ. ഫോണ് എന്തല്ല സുഖല്ല? എന്താ പേരെന്താ? നൗഫൽ. എവിടെ സ്ഥലം? എവിടെയാ? മണ്ണാർക്കാടോ? മണ്ണാർക്കാട് പാലക്കാട് ജില്ലല്ലേ? ആ ഇത് പാലക്കാട് ജില്ലയല്ലേ? അട്ടപ്പാടി അല്ലേ? ആ എടാ കാര്യമല്ലേ? ഞാൻ അങ്ങനെ വിചാരിച്ചടാ. സ്പാ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ എന്റെ മൈൻഡിൽ എന്തായിരുന്നു അറിയോ? മസാജ് ചെയ്യിപ്പിക്കാം. മറ്റേ എന്തിനാന്ന് പറ. നിനക്ക് ഞാൻ മസാജ് ചെയ്താൽ മതിയടാ. ഒരു മസാജ് എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് മസാജ് എനിക്ക് തോന്നിയാ നല്ലത്. മസാജ് സെന്റർ അവിടെ തുറന്നോളി. ഷാഫിക്ക് തന്നെ ചെയ്ത് കൊടുക്കാം. ഷാഫിക്ക് മസാജ് ചെയ്ത് കൊടുക്കുന്ന. മസാജ് ചെയ്ത് കൊടുക്കും തീർച്ചയായിട്ടും. ഷാഫിക്കാണ് നമ്മളെ മാപ്പ്. ഷാഫിക്ക് എടുക്ക.
ഫുള്ള് മരങ്ങളല്ലേ ചുറ്റും, പ്രകൃതി ഫുള്ള് ഹരിതാപവും പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് ചുറ്റും. നമ്മള് സാറേ ആ ഈ പച്ച ഭംഗി പച്ച ഒന്നും സാറ് വെട്ടികളയില്ല, അത് നിലനിർത്തി കൊടുക്കുക നമ്മളെ സാറ്. അതാണ് സാറിന് ഇത്ര ഇപ്പൊ 71ഓളം പ്ലോട്ടുകളുണ്ട് ഇവിടെ. അപ്പൊ പച്ചയെല്ലാം നിങ്ങൾ വളർത്തും, പ്രകൃതിയെ സ്നേഹിക്കുന്നതാണ്. നമ്മളിപ്പോ മരം വെട്ടാൻ പറഞ്ഞാല് സാറ് വെട്ടൂല. ഇതെല്ലാം ഇങ്ങനെ കിട്ടിയത് നന്നായിട്ട് ഷാഫിഖാന്റെ സാറ് ഗില്ലാടി തന്നെ. ആ കോട്ടിട്ടുണ്ടായതാ സാറ്. അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ സ്പായിലേക്ക് കടക്കുകയാണ്. ചെരുപ്പിടാവോ? ഓക്കെ. എടാ മസാജ് ചെയ്യാൻ ആളില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇതിൻ്റെ ഉള്ളിൽ കയറുന്നത്? ലൈറ്റ് ഇല്ല, ലൈറ്റ് എന്തി? എടാ അവിടെ എന്താ ഒച്ചപ്പാട് കേൾക്കുന്നത്? അവിടെ എന്താ ഒച്ചപ്പാട്? പൂളല്ല, വേറെന്തോ ഉണ്ട്. അല്ല അവിടെ മറ്റേ ഇത് ഫുട്ബോളായിട്ടാ. ഫുട്ബോളാണത്. ഫുട്ബോളാന്ന് തോന്നുന്നു. നമുക്ക് കളിച്ചാലോ അതിന്റെ ഉള്ളിൽ ഇത് കഴിഞ്ഞിട്ട്? ഫുട്ബോളോ ബാസ്കറ്റ് ബോളായിട്ട്? ആ അവിടുന്ന് ആൾക്കാർ ഫുട്ബോൾ കളിക്കുന്നു. എടാ ഇവിടെ ലൈറ്റ് ഇല്ല മോനെ, എന്താ കാണിക്കുന്നത്? എന്ത് ഇതിന് മറ്റേ ഇതുപോലെ? ആ മറ്റേ എന്താ ഇവിടെ ജാഗൂസി, എന്തെന്ന്? ജഗൂസി, ജക്കൂസി. വെള്ളത്തിൽ കിടന്നിട്ട് ആ മതക്കുണ്ടല്ലോ. ഇതെന്താ ഇതിൽ കിടക്കുക നമ്മള്? ഇത് സ്വിമ്മിംഗ് പൂളാ. കിടന്നാല് 4 ഭാഗത്തും വെള്ളം വരും, നമ്മളെ ശരീരത്തിൽ മസിൽസ് ഒക്കെ റിലീഫ് ആവാൻ. അല്ല ഇതിപ്പോ നമ്മളെ കാണിച്ചിട്ട് കൊതിപ്പിച്ചിട്ട് എന്താ കാര്യം? ഇത് ഇതാക്കാൻ ആളില്ലല്ലോ. മസ്യൂസ്, അതിനെന്താ പറയാ? മസാജർക്ക് മസ്യൂസ് അല്ല. ഇത് എത്ര പേർക്ക് കിടക്കാൻ പറ്റും? ഇതിന് ആള് വേണം. ഇത് ഒഴിവാക്കിയാ പോരെ? എല്ലാത്തിനും ആള് വേണം, എല്ലാത്തിനും ആള് വേണം. ആളില്ല പിന്നെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. വാ പോവാ, അടുത്ത സ്ഥലം പിടിക്കാം. ആയിക്കോട്ടെ. ഹൗസ് കീപ്പിംഗിന്റെ ആൾക്കാരുണ്ട്. ഇല്ലടാ അതിനൊന്നും ആളില്ല. വാ എടാ ആരെല്ലാം ഫുട്ബോൾ കളിക്കുന്നത്? നമുക്ക് ഫുട്ബോൾ കളിക്കാം അവരൊന്നിച്ച്. അവരൊന്നിച്ച് ഫുട്ബോൾ കളിക്കാം. അവിടെ ആരെല്ലാം ഫുട്ബോൾ കളിക്കുന്നത്? തമിഴന്മാരാണെങ്കിൽ കൂട്ടൂലടാ, അങ്ങനെയുണ്ട്. ഹിന്ദിക്കാരാണെങ്കിൽ ചിലപ്പോ കൂട്ടും. മറ്റേ ഇതുണ്ട് 8 ബോൾ പൂളുണ്ടോ? പൂളുണ്ടോ? അത് 8 ബോൾ പൂളാ? പിന്നെന്താ? ഓക്കെ നോക്കിയാ ബോർഡുമ്മ കളിക്കുന്നത്. എടാ അതെ തമിഴന്മാരെ മുന്നില് നമ്മളെങ്ങനെയുള്ള അറിയോ? നമ്മളെങ്ങനെയുള്ള അറിയോ? തെമീറ തമിഴന്മാരെ മുന്നിൽ നമ്മളെങ്ങനെയുള്ള അറിയോ? ഒരേ കളർ യൂണിഫോം ഇട്ടിട്ട് സ്കൂളിൽ നിന്ന് ട്രിപ്പ് വന്ന കൊറേ കോമാളികള്. അതെന്നാ ചെയ്. അടുത്ത പണി തരാനുള്ള പരിപാടിയാണ് ഷാഫിക്ക്. ഇത് അടുത്ത പണി കൊടുക്കുന്നുണ്ട്. എന്താ കിക്ക് ജാസി എൽ ജാസി? ഇതെന്താ ജാസിന് കുണ്ടൻ ജാസി? ജാസി എന്താ ചെയ്തേ? ജാസി കുറച്ച് ഓവറാണല്ലേ? ഞാനും പറയാൻ നിൽക്കാം ചാറ്റ് അല്ലേ? ചാറ്റ് ജാസി കുറച്ച് ഓവറല്ലേ? ഓവറല്ലേ? ആ ഇത് ഞാൻ പറയാൻ നിൽക്കുന്നായിരുന്നു. ഇപ്പൊ എന്തായി? ഞാൻ നിന്നോട് പറഞ്ഞ് ഇതെന്താടാ? ഇതെങ്ങനെ കളിക്കുന്നേ? ഇതെങ്ങനെ കളിക്കുന്നേ?
ജാസി ഓവർ കിക്ക് ജാസി എല്ലാരും കിക്ക് ജാസി ഇന്ന് കുറച്ച് ജാതി ഓവറായിട്ടാണ് നിങ്ങളൊന്ന് പറഞ്ഞു ഡബ്ല്യു ജാസി ചില ആള് ഡബ്ല്യു ജാസി പറയുന്നുണ്ട് പട്ടി ഷോ ഒരു ഷോ ഇല്ല ഇന്ന് ഫുൾ ഫയറാണ് എന്താ ആസ്വദിക്കണ്ടേ ജീവിതം നമുക്ക് അത്രേ ഉള്ളൂ അടിച്ച് പൊളിക്കാൻ നിന്ന് ഇവന്റെ ശരിയാണ് ഇവൻ സംസാരിക്കുന്നതിന് ഒരു അല്ല ഒരു കുണ്ടം പോയി ഉണ്ടല്ലോ ഇവർക്ക് ഞാൻ ഇപ്പൊ ശ്രദ്ധിക്കുന്നത് ഞാൻ സംഭവം പറഞ്ഞ ആദ്യമല്ല തമാശ ആക്കുന്നത് ഞാൻ കളിയാക്കാൻ പറഞ്ഞോണ്ടെന്നതാ ശരിക്കും ഉണ്ടടേ ഇവനത് താത്ത ജാസി അണ്ടിയുള്ള കാക്കയാണ് താത്യൊന്നല്ല അല്ല സണ്ടർ നിലയുടെ ഉറങ്ങണ്ടേ കബാബ് പോലെ ഉണ്ടല്ലോ കബാബ് പോലെ ഉണ്ട് എന്താണ് നിങ്ങളെന്തേ കാണിക്കുന്ന എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നാ വെറുതെ കോണ്ടെക്സ്റ്റ് ഇല്ലാണ്ട് എന്തല്ലോ നിങ്ങൾക്ക് കളി എന്താന്ന് മനസ്സിലായോ ആർക്കും മനസ്സിലായി നമ്മളെ ഫുട്ബോൾ പോലെ തന്നെയാണ് ടീമും കളിക്കണമെന്ന് അവിടെ ഗോൾ പോസ്റ്റ് ഇവിടെ ഗോൾ പോസ്റ്റ് അതെങ്ങനെ ഹാൻഡ്ബോൾ പെനാൽറ്റി ഒന്നുമില്ല ഇതെന്താണ് റഫറി ഒന്നുമില്ല എടാ ആൾക്കാരെല്ലാം നോക്കുന്നടാ ആൾക്കാർ നാറ്റിക്കല്ല ഇങ്ങ് വന്നേ നീ വെറുതെ ചെസ് കളിക്കാർക്ക് അറിയാം കാര്യം പറ ഇല്ല ചെസ് കളിക്കാൻ കുറെ സമയം എടുക്കും എടാ പോസ്റ്റ് ആവും സ്ട്രീമിൽ ആൾക്കാർ പോസ്റ്റ് ആവും നമുക്ക് പൂളിലേക്ക് പോവാം നമുക്ക് സ്വിമ്മിംഗ് പൂളോ ക്യാമ്പ് ഫയറിന്റെ സെക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ നമ്മളെ അല്ല ക്യാമ്പ് ഫയർ രാത്രിയല്ലേ ചെയ്യണ്ടേ ഇതെന്താ പൂളിന്റെ ആണ് കളിക്കാം എന്താ എടാ വെക്കടാ അത് എടുത്ത് പോവാൻ പറ്റില്ല ഇതിന്റെ ഉള്ളിലാക്കാൻ പുറത്തെടുക്കാൻ പറ്റില്ല അവിടെ വെക്കടാ അലമ്പാക്കാൻ വേണ്ടിട്ട് ആ മൊത്തം അത് അവർക്ക് തമിഴ് ആൾക്കാരാണെന്നോ നോർത്താണോ എന്ന് അറിയില്ല പക്ഷെ ആ അമ്മച്ചിയെല്ലാം ശരിയായ ഭ്രാന്തന്മാരെ നോക്കുന്ന പോലെ പക്ഷെ ആ അമ്മച്ചി നോക്കുന്നുണ്ടല്ലോ മമ്മൂക്ക് ഭ്രാന്താന്ന അമ്മച്ചി വിചാരിച്ചത് ശരിക്കും നമ്മളെ കളിക്കാൻ കൂട്ടോന്ന് നോക്കാം ആ ക്രിക്കറ്റ് നൈസ് ആയിരിക്കും മോനെ ഞാൻ ഇവിടെ ഞാൻ വന്നിട്ട് ഒറ്റ മലയാളികളെ കണ്ടിട്ടില്ല അല്ല മെയിൻ ഷാഫിക്ക ഉണ്ട് വേറൊരു മലയാളിനെ ഞാൻ കണ്ടിട്ടില്ല ഞമ്മക്ക് പറ്റിയത് എന്താക്കുന്ന ഞമ്മക്കിത് മതി എടാ എടാ ഇവന് 45 വയസ്സുണ്ട് ഇവര് എന്താ കാണിക്കുന്നത് നിന്റെ കാലിന്റെ വണ്ണം പോലും ഇല്ലാതെ ആണോ വാ എന്നാ പിന്നെ അത് കളിക്കാം നമുക്ക് ഇവിടെ എന്തെല്ലോ കളിക്കാൻ പറ്റിയ സാധനം ഉണ്ടല്ലേ ഒന്നുമില്ല ഇതാ മുന്നു ചാറ്റിങ് ചാറ്റിങ് ഇതാ പിന്നെ നീ എന്താക്കുന്ന എന്താ നേരത്തെ അവളെ വിളിച്ച സീനായോ അതാരാ ശരിക്കും എന്ത് ഫ്രണ്ട് പോലും നീ നമ്മളോട് പറയാണ്ട് നിനക്കൊരു ഫ്രണ്ട് ഇതുവരെ ഉണ്ടായിട്ടാ ഇപ്പൊ എങ്ങനെ പുതിയൊരു ഫ്രണ്ട് കയറി വന്നു ഫ്രണ്ടാന്ന് ഓൾറെഡി പറഞ്ഞതല്ലേ എന്നോടല്ലോ നിന്റെ മനസ്സ് കള്ളത്തിനും പറയുന്നത് എവിടെ ചാറ്റ് ജീപ്പിലാകുമ്പോ പോന്നാട്ടോ ട്രക്കിങ്ങിന് ആദിൽ സൈലന്റ് പറയുന്ന ചാറ്റ് പറയുന്ന ഞാൻ സൈലന്റ് ഒന്നല്ല പോയി സാധനം കൊക്കയിലേക്ക് പോയാ പോയി അതാ പോയി എടുത്തു കൊടുക്ക
എന്നാ ഇത് പിടിച്ചേ. എടുത്തോ എവിടെ കാട്ടിൽ എവിടെ പോയേ കാണുന്നുണ്ടോ? പോ പോ പോ, പോയിട്ട് എടുക്ക്. എന്തിനാ ഇങ്ങനത്തെ പാമ്പ് കടിച്ചാൽ പ്രശ്നമില്ല. അടിമുറുക്കിനുണ്ടാവൻ എടുക്കട്ടെ എടുക്കട്ടെ. എറിയ അങ്ങോട്ട്. കളിക്കോ കായലോട്ട് കളിക്കോ വാ. നമ്മ പൂളിലേക്ക് പോയാ പോരെ? മുത്തേ കേറ്. അത്രേ ഉള്ളൂ. ഇതന്നെയാണ് കളിക്കാൻ നമുക്ക്. പൂളിൽ കഴിഞ്ഞിട്ട് പോവാ. അപ്പൊ ഒന്ന് വേർതിരി പോയാ നമ്മളെ കൂട്ടൂലട കളിക്കാൻ വെറുതെ എന്തിനാ നമ്മ വോളിബോൾ കളിക്കുന്നു. അല്ല ആടെ നമുക്ക് വേറെ കളിക്കാൻ പറ്റും. അവര് ബോള് തന്നെ നമുക്ക് കളിക്കാലോ. തരൂല. ബോളില്ലേ? ഷട്ടിലിന് തോക്കണ്ടോ? തോക്കണ്ടോ? വെറുതെ കൊറേ ആൾക്കാരുണ്ട്. നമ്മൾ എന്തിനാ വെറുതെ പോയിട്ട് അവരുടെ ഇടയില് ഒരു അധിക പറ്റാകുന്നേ? നമുക്ക് ഇവിടെ നിൽക്കാം. കൊറേ ആൾക്കാരുണ്ട്. വെറുതെ എന്തിനാ നമ്മൾ പോന്നെ? നമുക്ക് അവകാശം പെട്ടാന്നല്ലോ. ഈ കളികൾ നമുക്ക് അവകാശപ്പെട്ടതല്ലേ? പറഞ്ഞേട്ടാ. അയ്യോ എടാ എന്ത് ടാസ്ക് ഇതല്ല. എത്ര കണ്ടതാ സെറ്റ്. എടോ എടേ എന്ത് എടേ അറിയോ? എടാ ഒരു മിനിറ്റ് ഞാൻ ഒന്ന് ഇറങ്ങട്ടെ. നീ എടാ ഓവർ ക്യാരിങ് ആക്കല്ലേ മുന. റീലൊന്നും ഇറങ്ങൂല. അടുത്ത ക്യാരിങ് ആക്കുന്നുണ്ട് റീൽസ് ഇറങ്ങാൻ വേണ്ടിട്ട്. കയ്യെല്ലാം പിടിച്ച് വീകല്ല ആക്കുന്നുണ്ട് ഞങ്ങൾ. അമ്മ കളിക്കാം. ഇതിന്റെ ഉള്ളിൽ കളിക്കാം. പക്ഷെ ഇവരെ ബോളും പോയി. ഏത് എവിടെ പോയി? ഇവരെ ബോൾ എവിടെ പോയി? നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് കളിച്ചാലാ? ഇനിയിപ്പോ എന്തെങ്കിലും കളിക്കാം. ബോളും പോയില്ല. ഇതാണ് മമ്മൂന്റെ പവർ ഷൂട്ട് ഉണ്ട്. മാറിക്കോ. മേത്തെ കഴിക്കല്ലേ? മേത്തെ കഴിക്കല്ലേ? അതാടാ അവിടെ ഓൾസ് ഉണ്ട്. അതിനെ കൂടെ അപ്പുറത്തേക്ക് പോവും. ആ വലക്ക് ഓൾസ് ഉണ്ട്. എടാ പോസ്റ്റ് ഒന്നും ഇല്ലാണ്ട് എങ്ങനെ കളിക്കും? ഗോൾ പോസ്റ്റ് ഇല്ലാണ്ട് എങ്ങനെ കളിക്കും? നമുക്ക് ഇത് കളിക്കാം. ഇതല്ലേ ഏതല്ലോ ഭാഷക്കാരാ ഇത്. ഇവര് മലയാളീസാന്ന് തോന്നുട്ടോ. ഇവര് മലയാളീസാ. നോക്കട്ടെ. അല്ല തമിഴന്മാരാ. ഇവിടെ വന്നിട്ട് മലയാളീസിനെ കാണാൻ കിട്ടുന്നില്ല. മൊത്തം മലയാളീസ് ഒന്നും കാണുന്നില്ല. ഞമ്മക്ക് ഉള്ളതുപോലെ കളിച്ചങ്ങ് ആവേശമാക്കി. എന്തിനാ മലയാളീസ്? അല്ല കളിക്കുന്നതിന്റെ കാര്യമല്ല പറഞ്ഞേ. ഇവിടെ പോസ്റ്റ് ഒന്നും ഇല്ലാണ്ട് എങ്ങനെ കളിക്കും? കോർട്ടില്ല, പോസ്റ്റ് ഇല്ല. ഇത് അങ്ങനെ പോയിന്റ് എങ്ങനെ കണക്ക് കൂട്ടും നീ? അയ്യേ അല്ല മോനെ പ്രോ ലെവൽ കളിയാ. സബ്ജിലെ പോയി മമ്മു ഗോളി ഇത് അടിച്ചോ? ഇവിടുന്ന് ആരും അടിച്ചോ? ഞാൻ അടിക്കണ്ടോ? അടിച്ചോ. ആ ഞാൻ വേറെ കളി പറഞ്ഞുതരാം. ഓക്കെ, പോസ്റ്റും ഇതൊന്നും ഇല്ലാണ്ട് കളിക്കാൻ പറ്റുന്ന ഒരു കളിയുണ്ട്. കണ്ടേറ് മേത്തേക്ക് ഇട്ടെറിയാം. വാൻ എടുക്കുന്നൊന്നും നോക്കാൻ പറ്റില്ല. ഇതിനെക്കൊണ്ട് അത്യാവശ്യം വാൻ എടുക്കൂലേ? അല്ല വാന് നോക്കാൻ പറ്റില്ല. ഇട്ടെറിയണം. ഇതെന്താക്കുന്ന വാ ഷമീറ, നീ എന്ത് മാറിയിരിക്കുന്ന? നീ നമ്മളെ കൂടുതൽ പെട്ടല്ലേ? നീ എന്താ ഇവന് ആങ്സൈറ്റി പ്രശ്നമുള്ളതാ. അത് നമ്മളല്ലേ. വാ ഇങ്ങോട്ടോ. വെറുതെ മേത്തലം കൊള്ളു. ഇല്ല മേത്തം കൊള്ളൂല. വാ ഇങ്ങോട്ടോ. നീ ക്യാമറ നല്ല രസമുള്ള ഒരു കളി. റൗണ്ടിലേക്ക് ഓക്കെ. എങ്ങനെ കളി? ഇവരെന്ത് ഗേ ആണ് ഇവൻ. നോക്കിയോ അവന്റെ മുത്തം തന്നെ നോക്കിയാ. ഷട്ടിൽ കളിക്കുന്ന ആൾക്കാർ ഗേ കാര്യം. ഷട്ടിലെന്ന് പറഞ്ഞാൽ തന്നെ ഗേ ഗേ. ഏത്? ആ ഇത് പറഞ്ഞാൽ കണ്ടേർ എന്ന് പറയും. അതായത് ബോൾ ഇങ്ങനെ വെക്കും.
എന്നിട്ട് അങ്ങനെയെങ്കിലും ഒരാളെ സെലക്ട് ചെയ്യണം എങ്ങനെയാ നമുക്കറിയില്ല. സെലക്ട് ആയിട്ടാകുമ്പോ കിട്ടിയ ആളെ എടുത്തറിയാം. അതെങ്ങനെ അറിയോ? എല്ലാരും കാലിങ്ങനെ വെക്കുക. ആരെ കാലിനാ അല്ല കുപ്പി ഇറക്കാം ബാറ്റ് ഇറക്ക് ചെരുപ്പ ബാറ്റാട്ടോ. അതിലെ ബുദ്ധിയുള്ളൂ വേറെ ബുദ്ധി. പിന്നെ അതിലേത് സാധനം എവിടെ എറിഞ്ഞാലും റാംബോനെ മേത്ത് കൊള്ളും. കാരണം ഇങ്ങനെ പറഞ്ഞു നടക്കും. പാവണം. ഇതൊക്കെ ഒരാള് ക്യാമറ പിടിക്കാൻ ആളില്ലല്ലോടാ. നമ്മളെ ക്യാമറമാൻ ലീവടാ. ഷാഫിക്ക് ക്യാമറ പിടിക്കേണ്ടി വരുമല്ലോ. പിടിക്കോ? പിടിച്ചാ പോരെ. ഇതാ ഇതിന്റെ പുറത്തു പോകാൻ പറ്റില്ല. അങ്ങനെയൊന്നല്ല. കുപ്പി സാധാരണ കുപ്പിനെ കറക്കും. എന്നിട്ട് ആരെ നേരെ വരുന്ന അയാൾക്ക് ക്രിക്കറ്റ് ബോൾ കിട്ടി. ക്രിക്കറ്റ് കളിക്കാം. ബാ അവര് പോയി. ബാബാ അപ്പൊ ഞാൻ ക്യാമറ പിടിക്കാം. വേണ്ട ബ്രദർ ഈസ് ദാറ്റ് യുവർ ബോൾ? യുവർ ബോൾ? മലയാളിയാ ശരിക്കും? എടേ അല്ല എല്ലാരും തമിഴ് സംസാരിക്കുന്ന കേട്ടോ. ഞാൻ വെച്ച എല്ലാരും തമിഴ് ആൾക്കാരാണ്. ആണോ? ലൈവാ? കുഴപ്പമുണ്ടോ? എടാ മലയാളി മോനെ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടൊരു മലയാളം കിട്ടും. എന്താ പേരെന്തായിരുന്നു? ആൽവിൻ. ഹലോ ഐ ആം നിഹാദ്. എടാ ക്രിക്കറ്റ് വേണ്ടടാ. അല്ല ചാറ്റ് പറ. ഇങ്ങതാ ക്രിക്കറ്റ് വേണോ? ചാറ്റ് പറ. ക്രിക്കറ്റ് വേണോ? ഷട്ടിൽ വേണോ? അതോ ഷട്ടിൽ വേണ്ട. ഷട്ടിൽ ഗെയിം ആവത്തെ കാര്യം പറയാലോ. ക്രിക്കറ്റ് വേണോ? ഷട്ടിൽ വേണോ? അതോ കണ്ടേറ് വേണോ? മോനെ കണ്ടേറ് എന്ന് പറഞ്ഞിട്ടില്ല. പണ്ട് കണ്ടത്തുനിന്ന് കളിക്കുന്ന കളിയാ മോനെ. എറിഞ്ഞ് പുറം പൊളിക്കാം. സ്ട്രീം കട്ടായോ? എടാ സ്ട്രീം കട്ടായോലോ. ഇല്ല ചാറ്റ് പറ. ക്രിക്കറ്റ് വേണ്ട. ക്രിക്കറ്റ് വേണ്ടെന്ന് പറയോ? എടാ നമുക്ക് കണ്ടേറ് കളിക്കാം. കണ്ടേറാ മോനെ കളി. ഓക്കെ ആരെങ്ങനെ എറിഞ്ഞാലും എന്റെ ദേഹത്ത് തന്നെ കൊള്ളും. പിന്നെ പൂള് പോകാൻ പറയുന്ന പൂള് നമുക്ക് ഇതിന്റെ പോവാം. ക്രിക്കറ്റ് കുറെ ആള് പറയുന്നുണ്ടല്ലോ. എന്നാ ഒരു 10 മിനിറ്റ് ക്രിക്കറ്റ് കളിക്കാം. ഒന്ന് പിടിച്ചാ 3 പിടിച്ചോ. ഒന്ന് രണ്ട് മൂന്ന് മുനുണ്ടാ 1 2 3 4 5 6 7 ആള്. 3 രണ്ടാണ് ക്യാപ്റ്റൻ വിളിച്ചോ. ക്രിക്കറ്റ് കളിക്കാൻ അറിയാം. ഫുട്ബോളല്ലേ? രണ്ടാണ് ക്യാപ്റ്റൻ വിളിച്ചോട്ടോ. ആൾക്കാരെ വിളിച്ചോ. റാംബോ ആരാ വിളിക്കുന്നേ? ആരോ ഒരു പെണ്ണാന്ന് തോന്നുന്നു. അൻസില ഷമീറിന് ഒരു ആർട്ട് വന്നിട്ടുണ്ട്. രണ്ടാളാണ് ക്യാപ്റ്റൻ. ആട്ട് പൊട്ടിക്കൊട രണ്ടാളാണ് ക്യാപ്റ്റൻ. വിളിക്കോ നമ്മളെ രണ്ടാളാ ക്യാപ്റ്റൻ. ഓക്കെ ടീം മെമ്പേഴ്സ് നിൽക്കും. ഇതാ നിങ്ങൾ 4 പേരെ ഉള്ളു. നമ്മ രണ്ടാളെ വിളിച്ചാ പോലെ ഞാൻ വിളിക്കാം. 2 പഴംപൊരി അതിൽ വിളിച്ചു. അതില് കളിക്കാരനാ സ്പോർട്സിലല്ലേ ഇവന്റെ ഫുട്ബോൾ കളിയുണ്ടോ? നീ ഇവന്റെ ഫുട്ബോൾ കണ്ടിനോ? മലീങ്ങന്റെ ബോള്. അല്ല ആരാ ക്യാപ്റ്റൻ? ഞാൻ അമ്മു. പ്ലെയർ. നീ പ്ലെയർ എടുത്ത ഇവനും പ്ലെയറാ. ഇവരണ്ടാള് ബോൾ ബോയ്സ് കിട്ടിലും ബോള് മലീങ്ങന്റെ ബോൾ ബോയ്സ്. ഷമീറാണോ? ഈ ബോൾ പോയി പറക്കിക്കൊണ്ടുവരൂ. എന്ത് പറഞ്ഞാലും അപ്പൊ നിന്നെ നമുക്ക് വേണ്ട. ജാസി കുണ്ടൻ കളി. ഷമീറോ എന്തൊരു ഇതാണ് ഈറ്റങ്ങളെ കൊണ്ട് കുണ്ടനാക്കി. ഒരു റൗണ്ട് കളി
ഡ്യൂട്ടിയിൽ കളിക്കാൻ പറ്റില്ല. അല്ല, എത്ര 2 ഓവർ പോരെ? ഇത് നമ്മളെ സന്തോഷം. അപ്പൊ ഇത് ഡ്യൂട്ടിന്റെ ഭാഗം. ലൈറ്റ് പോവും, പോണം, വേറെ ഒരു ഓവർ 10 ബോള്. പവർ പ്ലേ ഒരു ഓവർ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കൊടുക്കണം. 6 ബോൾ പവർ പ്ലേ എല്ലാവർക്കും ബാറ്റ് വേണം. എന്നാ 2 ബാറ്റിംഗ് ഒരാൾക്ക്. നമ്മളെന്താ ഒരാൾക്ക് 2 ബാറ്റ്. ഒരാൾക്ക് 2 ടീമിന് പേരൊന്നുമില്ല, പെട്ടെന്ന് കളിക്കും. എനിക്ക് ഇഷ്ടമില്ലാത്ത കളിയാ ക്രിക്കറ്റ്. ബാറ്റ് വേണോ? ഞാൻ ബോളർ ചെയ്യാത്ത പൈസ ഉണ്ടെങ്കിൽ ടോസ് ഇടാം. എന്റെ ബോളിങ് ഇവനെ അറിയാം. ഒരാൾക്ക് 2 ബോൾ കാണുന്നോ ബോളിങ് കണ്ടോ? നമ്മള് ക്യാച്ച് പിടിക്കല്ലോ. കളി അറിയില്ല. അപ്പൊ ബൗണ്ടറി ഒക്കെ പിടിച്ച് നിർത്ത്. ബൗണ്ടറി ഒക്കെ പിടിച്ച് നിർത്ത്. ഓനെ ഷെമീറിനെ കൊണ്ടാവോ? അങ്ങോട്ടും കാണിക്കും ഇങ്ങോട്ടും കാണിക്കും. എന്താ ഇത് നിക്കുന്നത്? മര്യാദക്ക് ക്രീസിലേക്ക്. ഇതല്ലേ ഗ്രീസ്. ഇതാ കളിക്കാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞേക്കാം, മാങ്ങയാർ പറ്റൂല. മാങ്ങാനൊന്നുമില്ല. ഞാനും പറയും. മാങ്ങയാർ പറ്റൂല. ഒരു ബോള് കഴിഞ്ഞ എല്ലാ ബോളും മിസ്സാക്കി പിടിച്ചാ പോരെ? എല്ലാ ബോളും ഞാൻ മിസ്സാക്കി പിടിച്ചത്. ഇല്ല റാംബോ, നിന്റെ പണ്ടത്തെ അണ്ണൻ പറഞ്ഞ കഴിവ് കൊടുക്കണം. മോനെ ഏറ്റവും അവസാനം വിളിച്ച് എന്നെ അപമാനിച്ചതല്ലേ? എന്റെ മുത്തേ റാംബോന്റെ സ്ട്രെയിറ്റ് ഡ്രൈവ്. ഉമ്മടിച്ചാ ക്യാമറമാൻ ഉറുമ്പ് അടിച്ച്. എന്ത് സംഭവം? ഉറുമ്പ് കാലിൽ വെക്കുക. ഏത് മറ്റേ ഉറുമ്പാ? ചൂള ആ ചോപ്പ് ചെറിയ ഉറുമ്പാ? ഉറുമ്പെല്ലാം കടിച്ചു. ആരെയാ പറഞ്ഞു വിട്ടേ? അല്ലാ അല്ലാ മോനെ ബാന്താ. ബോൾ ബോയ്സ് ഈ ചെന്നായി ഇതെന്താ ഇങ്ങനെ? ഇതെന്താ മെല്ലെ വരുന്നത്? ഒരു ബോൾ ഓട്. എടാ ഇവർക്ക് ഓടാനാ എടാ സമയമില്ല, ലൈറ്റ് പോവും. ബോൾ മതി. പകരം എന്നെ ടീമിൽ എടുത്തുകൂടെ? എന്താ ആവശ്യം ഉണ്ടായിന്? ഇതിനെന്താ ഇങ്ങനെയെല്ലാം വരുന്നത്? ഇത് പിടിച്ചേ. എടാ ലൈറ്റ് പോവും ഷെമീർ. ഇവിടെ ആരാ പിടിക്കുന്നേ? ആ നിങ്ങളുടെ ടീമിൽ ബോള്. എന്റെ ബാറ്റിംഗ് വാ ഞാൻ അടിച്ച് സ്ട്രെയിറ്റ് ഡ്രൈവ് 4. രണ്ടാമത്തെ ബോളിൽ 4 അടിച്ച്. ആ ബോളറിനെ ആദ്യം ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം ജാസി. ഫസ്റ്റ് ബോൾ ജാസിയുടെ ഗോലിയിൽ തട്ടിയിരിക്കുകയാണ് ഗൈസ്. ഫസ്റ്റ് ബോൾ ആദിലിന്റെ രണ്ടാം പന്ത് നേരിടാൻ വേണ്ടിയിരിക്കുന്നു ജാസി. 4. ഇതേതാ? നീ ഇല്ല 4. ഇല്ല മുന്നു ടീമില്ല. 4. മോനെ അവൻ ടീമില്ല കള്ളക്കളി. അവൻ ടീമില്ല കള്ളക്കളി. മുന്നു ടീമില്ല. അവൻ ടീമില്ല. പിന്നെ എന്തിനാ അവൻ ബോൾ പിടിച്ചേ? അവന്റെ കാലിൽ തട്ടി. അപ്പൊ ഒരാള് ബൗണ്ടറി കടത്താൻ വേണ്ടിട്ട് ബോൾ അടിച്ച് അമ്പയറിന്റെ മേത്ത് കൊണ്ട് എന്താ റൂള്? അങ്ങനൊന്നുമില്ല. പിന്നെ 97 പ്രകാരം ആർട്ടിക്കിൾ 97 പ്രകാരം ഫുട്ബോൾ റൂൾ. ഏത് ആർട്ടിക്കിൾ 97? ക്രിക്കറ്റിന് ഫിഫ. എന്താടാ മണ്ടന്മാർ പറയുന്നത്? ഇതൊന്നും നടക്കൂല. ഔട്ട്. പണിയാടാ. എന്നാ ശരി, എന്താണ് നിക്ക. എത്ര ബോളായി? 4 ബോളായി. 2 ഔട്ടായി. 4 ബോള് 4 റണ്ണ് 2 ഔട്ട്. ഇനി മമ്മു മാത്രമേ ബാക്കിയുള്ളൂ. 2 ബോള് ബാക്കിയുണ്ട്. വാശിയേറിയ മത്സരം. ഇത് ഈടെന്ന് വിക്കറ്റ്. ഔട്ടാക്ക്. ഇല്ല ഡെഡ് ബോളൊന്നുമല്ല. എടേ ഇത് 1 ടച്ചാണ് കളി. ഇതില് ഡെഡ് ബോളൊന്നുമില്ല.
ഒരു ബോളും കൂടി ഉണ്ട്. ഇല്ല ഒരു ബോളും കൂടി. ലാസ്റ്റ് ബോൾ. എടാ ആ ഇല്ല എന്താ നിങ്ങൾ എന്നാ ഓക്കെ ഒരു ബോളും കൂടി അറിയും. എടാ ഓവറാക്കല്ലേ മര്യാദ നീ കാണിക്കുന്നത് ഓവറാക്കുന്ന വെറുതെ. ഞാൻ ക്രിക്കറ്റ് കാണുമ്പോ എല്ലാരും എടാ എറിയടാ, എനിക്ക് ബാറ്റ് ചെയ്യണോടാ. ഷമീർ ഓവറാക്കല്ല, എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. കാര്യമല്ല മര്യാദക്ക് പറഞ്ഞ ഓ എന്തായാലും അടിക്കൂല. നീ മോളിൽ പൊക്കി കയറണ ഓനെ അടിക്കൂല. ഇല്ല കണ്ടാ അടിക്കൂല. ഇല്ല കഴിഞ്ഞു. എടാ ബോള് വന്നു പോയി. അടിപൊളി ബോളിംഗ് പോയി. ആ ബാറ്റിനെ കൊണ്ട് ചിള്ളി എടുക്ക. അടിപൊളി ബോളിംഗ്. രണ്ട് നീ എന്ത് തുപ്പല് നനച്ചിട്ട് എടുത്ത് ഇങ്ങനെ ഇടണം. എന്താ എനിക്കൊരു ബോൾ അറിയാൻ പോലും അറിഞ്ഞൂടെ? അടിക്കാൻ പറ്റില്ലല്ലോ, അടിക്കാൻ പറ്റില്ലല്ലോ. നമ്മള് ജയിച്ചു. ഒരു ബോൾ ജയിച്ചില്ല. ഒരു മിനിറ്റ്. എത്ര റൺ വേണം? 5 റൺ വേണം. നമ്മള് 4 അടിച്ചു. ബാബാ ഞാൻ ബാറ്റ് ചെയ്യാം. അല്ല ആദ്യം വേറെ ആരും ബാറ്റ് ചെയ്യാം. ഞാൻ ലാസ്റ്റ് ഇറങ്ങാം. ഞാൻ ധോണിയല്ലേ. ഞാൻ ശ്രീശാന്ത്. ഞാൻ ബാറ്റ് ചെയ്യാം. നീ ശ്രീശാന്ത് അല്ല, നീ ശ്രീ ഓമ്പ്. നിന്നെ കണ്ടറിയാ. ബാ പിടി. എടാ മുനോ ബാറ്റ്മാൻ ഷമീർ പെട്ടെന്ന് എറിയ മോനെ. എറിഞ്ഞോ? മെല്ലെ എറിയണോ? എന്റെ മേത്ത് കൊള്ളാൻ പറ്റൂല. കീപ്പർ എന്തിനാ മാങ്ങ ബാറ്റ് പിടിക്കണമെന്നില്ല.